ADMK നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കൈക്കൂലി ആരോപണം ഉന്നയിച്ച കരാറുകാരൻ TV പ്രശാന്തനെതിരെ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് നൽകാനാകില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് ആരോഗ്യവകുപ്പിന്റെ ഈ മറുപടി. പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനായിരുന്ന TV പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പിനോട് വിവരങ്ങൾ തേടിയത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് നടത്തിയ അന്വേഷണത്തിന്റെ ശുപാർശ, അന്വേഷണ റിപ്പോർട്ട്, പെട്രോൾ പമ്പ് തുടങ്ങാൻ TV പ്രശാന്ത് അനുമതി തേടിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് വിവരാവകാശ നിയമപ്രകാരം മറുപടി തേടിയത്. പക്ഷേ ആരോഗ്യവകുപ്പിന് എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. അതിങ്ങനെ: ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണവും കോടതി നടപടികളും നടക്കുന്നതിനാൽ റിപ്പോർട്ടോ മറുപടിയോ തരാനാകില്ല. പെട്രോൾ പമ്പ് തുടങ്ങാൻ അനുമതി തേടിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയും സസ്പെൻഷൻ ഉത്തരവിലും പറയുന്നുണ്ട്. എന്നിട്ട് ആ ചോദ്യത്തിന് പോലും ആരോഗ്യവകുപ്പ് മറുപടി പറയുന്നില്ല. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടില്ല. സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ നൽകിയത്. ഈ റിപ്പോർട്ടും പോലീസിന്റെ കേസന്വേഷണവുമായും ഒരു ബന്ധവുമില്ലാതിരുന്നിട്ടും റിപ്പോർട്ട് പുറത്തുവിടാതെ ആരോഗ്യവകുപ്പ് ഒളിച്ചു കളിക്കുന്നു. TV പ്രശാന്തനെതിരെ പരാമർശമുള്ള ഒരു റിപ്പോർട്ട് പോലും പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന സർക്കാരിലെ ഉന്നതൻ ആരായിരിക്കും? ആരോഗ്യവകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനാണ് TV പ്രശാന്തനെ സംരക്ഷിക്കുന്നത്? ആരോഗ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണോ വിവരാവകാശത്തിന് ഇത്തരമൊരു മറുപടി നൽകിയത് എന്നും ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം.